Array indexing with examples. Array indexing means accessing elements of an array using their position or index. Array index എന്ന് പറഞ്ഞാൽ array elementsനെ നമുക്കതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്ത് array elementsനെ ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ array indexing എന്ന് പറയുന്നത്. NumPyയിൽ ഇൻഡെക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. ഇപ്പോൾ ഇതൊരു 1 ഡയമെൻഷണൽ അറേയുടെ റെപ്രസെൻറ്റേഷൻ ആണ്. ഇപ്പോൾ ഇവിടെ നോക്കി ഈ എക്സാമ്പിളിൽ ARR എന്ന് പറയുന്ന അറേ വേരിയബിളിലേക്ക് നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 10, 20, 30, 40, 50 ഇത്തരം വാല്യൂസാണ് നമ്മുടെ ARR എന്ന് പറയുന്ന അറേയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് മെമ്മറിയിൽ ഇങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. 10, 20, 30, 40, 50 ഇങ്ങനെ കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസിൽ സേവ്ഡ് ആവും. അപ്പം നമ്മളിതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ NumPyയിൽ ഇൻഡെക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. അപ്പം ARR ഓഫ് 0 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 10-നെ നമുക്ക് ആക്സസ് ചെയ്യാം. ARR ഓഫ് 1 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ 20-നെ നമുക്ക് ആക്സസ് ചെയ്യാം. ARR ഓഫ് 2 എന്ന് നമ്മൾ കൊടുത്താൽ 30-നെ നമുക്ക് ആക്സസ് ചെയ്യാം. അങ്ങനെ ARR ഓഫ് 4 എന്ന് നമ്മൾ കൊടുത്താൽ ഈ 50 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പം NumPyയിൽ ആക്സസ് ചെയ്യണമെങ്കിൽ വാല്യൂസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാം. ആ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1 ഡയമെൻഷണൽ അറേയുടെ ഇൻഡെക്സിങ്ങിനെ നമുക്ക് ബേസിക് ഇൻഡെക്സിംഗ് എന്ന് പറയാം. ദെൻ ഇനി 2 ഡയമെൻഷണൽ അറേ റെപ്രസെൻറ്റേഷൻ. ഇപ്പം നമ്മൾ ARR എന്ന് പറയുന്ന അറേ വേരിയബിളിലേക്ക് നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നോക്കി എത്ര ലിസ്റ്റ് ഉണ്ട്? 1, 2, 3. ഫസ്റ്റ് ലിസ്റ്റിലെ വാല്യൂസ് ഏതൊക്കെയാണ്? 1, 2, 3. സെക്കൻഡ് ലിസ്റ്റിലെ 4, 5, 6 ആൻഡ് തേർഡ് ലിസ്റ്റിലെ 7, 8, 9. ഇങ്ങനെ 3 ലിസ്റ്റാണ് നമ്മൾ ഈ അറേ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നത്. അപ്പം ലിസ്റ്റ് ഓഫ് ലിസ്റ്റ് പാസ് ചെയ്തു. അപ്പം നമുക്കൊരു 2 ഡയമെൻഷണൽ അറേ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ 3 ലിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ 3 റോസ് വേണം. ഇനി ആ 3 ലിസ്റ്റിലും 3 എലിമെൻറ്റ്സ് വീതം ഉള്ളത് കൊണ്ട് 3 കോളംസും ജനറേറ്റ് ആയി. ഇനി ഇവിടെയും ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. അപ്പം ആദ്യത്തെ റോ എന്ന് പറയുന്നത് റോ ഓഫ് 0 ആണ്. രണ്ടാമത്തത് റോ ഓഫ് 1, മൂന്നാമത്തത് റോ ഓഫ് 2. കോളവും അതുപോലെ തന്നെ കോളം ഓഫ് 0, കോളം ഓഫ് 1, കോളം ഓഫ് 2. ഇനി ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നുണ്ട് ARR ഓഫ് 0, 1. അതായത് 0th റോ ഫസ്റ്റ് കോളം നമ്മൾ പ്രിന്റ് ചെയ്യുകയാണ്. 0th റോ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ 2 ആണ് പ്രിന്റ് ആവുന്നത്. റോ 0, കോളം 1, 2 പ്രിന്റ് ആവും. ഇനി പ്രിന്റ് ARR ഓഫ് 2, 2. അതായത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം. റോ 2 എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ റോ ഓഫ് 2-ൽ 7, 8, 9 ഉണ്ട്. അതിനകത്ത് ഇത് കോളം ഓഫ് 0, കോളം ഓഫ് 1, കോളം ഓഫ് 2. അപ്പം റോ 2, കോളം 2 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ആവുന്നത് 9 ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോഡ് ചെയ്ത് നോക്കാം. ഇമ്പോർട്ട് NumPy as NP. നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്യണം. ARR ഈക്വൽ ടു NP ഡോട്ട് അറേ ഓഫ് നമുക്ക് ലിസ്റ്റ് പാസ് ചെയ്യാണ്. 10, 20, 30, 40, 50. അപ്പം നമ്മളിവിടെ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അറേയിലേക്ക് നമ്മൾ പാസ് ചെയ്ത ലിസ്റ്റിൽ എത്ര ഐറ്റംസ് ഉണ്ട്? 10, 20, 30, 40, 50. ഇത്രയും വാല്യൂസ് ഉള്ള ഒരു അറേയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് 30 എന്ന് പറയുന്ന നമ്പർ ആക്സസ് ചെയ്യണം എന്ന് വിചാരിക്കുക. 30 എന്ന് പറയുന്ന എത്രാമത്തെ വാല്യൂ? 0, 1, 2. അപ്പോൾ ARR ഓഫ് 2-ലാണ് ഈ 30 എന്ന് പറയുന്ന ഈ നമ്പർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ പ്രിന്റ് ഓഫ് ARR ഓഫ് 2 എന്ന് കൊടുത്തു. ARR ഓഫ് 2 എന്ന് കൊടുത്തു. ഇനി നമുക്ക് 30 എന്നുള്ള നമ്പർ പ്രിന്റ് ആവുമെന്ന് നോക്കാം. അതിന് മുമ്പ് ഇതൊന്ന് സേവ് ചെയ്യാം. ഞാൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. ഇനി അത് റൺ ചെയ്യാം. കണ്ടോ, ഇവിടെ 30 എന്ന് പറയുന്ന നമ്പർ ഡിസ്പ്ലേ ആയി. നമ്മുടെ അറയിൽ
AR of 0, ARR of 1, ARR of 2ൽ കിടന്നത് 30 ആയിരുന്നു. അപ്പം നമ്മൾ ARR of 2 ഡിസ്പ്ലേ ചെയ്തപ്പം ഇവിടെ 30 എന്ന് പറയുന്ന നമ്പർ ഡിസ്പ്ലേ ആയി. ഇനി നമുക്ക് പ്രിൻറ്റ് ലാസ്റ്റ് എലിമെൻ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ഓഫ് ARR ഓഫ് ലാസ്റ്റ് എലിമെൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണ്ടേ? -1 എന്ന് കൊടുക്കുക. ARR ഓഫ് -1 നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്യിക്കാം. പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കി ലാസ്റ്റ് എലിമെൻ്റ് എന്ന് പറയുന്നത് 50 ആണ്. ആ 50 ഇവിടെ പ്രിൻ്റായി. ഇനി നമുക്ക് 2 ഡയമെൻഷൻ അറേ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ARR എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമുക്ക് 2 ഡയമെൻഷൻ അറേ ക്രിയേറ്റ് ചെയ്യാം. np.array ഓഫ് ലിസ്റ്റ് ഓഫ് ലിസ്റ്റ് ആണ്. അപ്പോൾ ലിസ്റ്റിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ലിസ്റ്റിലേക്ക് നമ്മൾ 1 2 3 എന്ന് പറയും. 1 2 3 1 2 3 എന്ന് പറയുന്ന സ്റ്റോർ ചെയ്തു. സെക്കൻഡ് ലിസ്റ്റിലേക്ക് 4 5 6 പാസ് ചെയ്തു. ദെൻ തേർഡ് റോ എന്ന് പറയുന്നത് തേർഡ് ലിസ്റ്റ്, അത് 7 8 9. എന്നിട്ട് ലിസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് റോ 0 കോളം 2 എനിക്ക് ആക്സസ് ചെയ്യണം. അപ്പം ഇതാണ് ഫസ്റ്റ് റോ വരുന്നത്. അപ്പോൾ റോ 0 കോളം 2 അപ്പം നമുക്ക് ആക്സസ് ചെയ്യേണ്ടപ്പം പ്രിൻറ്റ് ARR ഓഫ് റോ 0. റോ 0 എന്ന് പറയുന്നത് 1 2 3 അതിലേതെങ്കിലും ഒരെണ്ണമാണ്. അപ്പോൾ 0 എന്നുള്ളത് ഞാൻ കൊടുത്തു. റോ 0 കോളം 2ലെ വാല്യൂ ആണ് എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഇതിനകത്ത് റോ 0 ഇതായതുകൊണ്ട് കോളം 2 എന്ന് പറയുന്നത് 0 1 2. അപ്പോൾ 3 ആയിരിക്കും പ്രിൻ്റായി വരേണ്ടത്. അത് നമുക്കൊന്ന് നോക്കാം. നമുക്കൊന്ന് റൺ ചെയ്യാം. അതിനകത്ത് കോഡിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നായിരുന്നു. അപ്പോൾ നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്ത ARR AY എന്ന് കൊടുക്കണമായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്യാം. കണ്ടോ 3 എന്നുള്ളത് പ്രിൻ്റായി. ഇവിടെ നോക്കി ARR ഓഫ് റോ 0 കോളം 2. റോ 0 എന്ന് പറയുന്നത് ആദ്യത്തെ 1 2 3 എന്ന് പറയുന്ന റോയാണ്. അതിനകത്തെ കോളം വൈസ് 0 1 2 3 പ്രിൻ്റായി. ഇനി നമുക്ക് print of ARR of 2, 2, അതായത് റോ 2 കോളം 2 ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ ഇവിടെ 8 പ്രിന്റായി. റോ 2 ഇവിടെ ഞാൻ 2 8 ആണ് കൊടുത്തത്. പാറ ക്രിയേറ്റ് ചെയ്ത പാറയിലെ വാല്യൂസ് നോക്കി 1 2 3 4 5 6 7 8 8 എന്നാണ് ഞാൻ കൊടുത്തത്. ഇനി ഞാനിതൊന്ന് 9 ആക്കിയിട്ട് ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. റൺ കൊടുത്തു. ഇവിടെ നോക്കി 9 എന്ന് പറയുന്ന വാല്യൂ പ്രിൻ്റായി. അപ്പോൾ അറയിൽ റോ 2 എന്ന് പറയുന്നത് ആദ്യത്തെ റോ 1 2 3യുടെ റോ, രണ്ടാമത്തെ റോ അതായത് 0th റോ 1 2 3, സെക്കൻഡ് റോ 4 5 6, അതായത് റോ 1. റോ 2 എന്ന് പറയുന്നത് 7 8 9. അതിനകത്ത് റോ 2 കോളം 2 എന്ന് പറയുന്നത് 7 8 9. അപ്പോൾ ഇവിടെ 9 പ്രിൻ്റായി. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട അറേ ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അറേ ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡെക്സ് വെച്ച് അറേ എലിമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അറേ ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. താങ്ക് യു.